പ്രകടനം നടത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ ഒരു മാസം മുഴുവൻ ലഹരി വർജനം ആചരിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഒരു അധ്യാപകനും എങ്ങനെ മയക്ക് മരുന്ന് ഉപയോഗിക്കണം, എങ്ങനെ ഹാഷിഷ് ഓയിൽ ഉപയോഗിക്കണം, എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കണം എന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഒരു മദ്രസയിൽ ചെല്ലുമ്പോൾ ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഒരു ക്ഷേത്രത്തിൽ പൂജാരി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഒരു ദേവാലയത്തിൽ വികാരി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഞങ്ങളെ പോലുള്ള ഉപദേശിമാര് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പെറ്റമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, മദ്യപിക്കാൻ പെറ്റമ്മ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പന്റെ ചുണ്ടത്തിരുന്ന് ബീഡി എടുത്ത് മകന് കൊടുത്ത് നീ പുകവലിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇവിടത്തെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ ശാലകൾ മനുഷ്യനെ മദ്യപാനിയാകാനോ ഇതുപോലത്തെ പീഡന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല, മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാത്തൊരു സംസ്കാരം എങ്ങനെയാണ് മനുഷ്യന്റെ അകത്തേക്ക് വന്നത്? എങ്ങനെയാണ് മദ്യപാനിയായത്? എങ്ങനെയാണ് സമൂഹം പരക്കുന്ന ഇതുപോലത്തെയുള്ള അരാജക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? അതിന് നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കാലഘട്ടങ്ങളായി അതിനുത്തരമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഇങ്ങനെയാക്കി തീർത്തത് അവന്റെ അകത്ത് വസിക്കുന്ന ഭാവമാണ്. അവനെ പഠിപ്പിച്ചത് അധ്യാപകരല്ല, അല്ലെങ്കിൽ മത നേതാക്കളല്ല, ഇന്നത്തെ സാംസ്കാരിക സമൂഹമല്ല. അങ്ങനെ മനുഷ്യനെ ആക്കി തീർക്കുന്നത് അവന്റെ അകത്ത് വസിക്കുന്ന ഭാവമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന പാപമാണ് മനുഷ്യനെ കൊണ്ട് ഈ നിത്യാദി കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. മനുഷ്യനും മൃഗവും തമ്മിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യനെ കുറിച്ച് പറയുന്നത് തന്റെ മനസ്സുകൊണ്ട് ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഒരു കന്നുകാലിക്ക് അങ്ങനെയല്ല. എന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. കന്നുകാലി ഈ നിരത്തിലൂടെ നടന്നു വരുമ്പോ ഇത്ര ആൾ ഇവിടെ നിൽക്കുകയല്ലേ. ഇവിടെ ഞാൻ മലമൂത്ര വിസർജനം നടത്തിയാൽ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരു പശു ഇവിടെ നിന്ന് മാറി ഒരു മറപ്പിന് തേടി പോകാറില്ല. എന്തു തോന്നുന്നു നടു റോട്ടിലെ പശു ഇത് ചെയ്യും. പക്ഷെ ഒരു മനുഷ്യൻ ഇതുവഴി പോകുമ്പോ അവനൊരു മൂത്രശക്തി ഉണ്ടായിരുന്നിരിക്കട്ടെ, ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ ഈ നടു റോഡിൽ ഇത് ചെയ്യില്ല. അവന്റെ ശരീരത്തിൽ എന്ത് ചെയ്യണമെങ്കിലും അവൻ മാറി നിൽക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ നടു റോട്ടിൽ മനുഷ്യനെ ഗവനിക്കാതെ നായ്ക്കൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ വിവരിക്കുന്നില്ല. ഇത്രയും പേര് നിൽക്കുകയല്ലേ, ഒരു മറ നേടി പോകാം എന്ന് ഒരു നായും ഇതുവരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യില്ല. എന്താണ്? അവന്റെ ശരീരത്തെ അവന്റെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവന്റെ അവന്റെ ശരീരത്തെ അവന്റെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മുൻപിലുള്ളത് പെറ്റമ്മയാണോ എന്നറിയില്ല, മുൻപിലുള്ള സഹോദരിയാണോ എന്നറിയില്ല. അവന്റെ ശരീരത്തിന്റെ ഇംഗിതമെന്തോ അത് ചെയ്തു തീർക്കാൻ വേണ്ടി സഹോദരിയൊന്നും നോക്കാതെ പെറ്റമ്മയൊന്നും നോക്കാതെ അവരെ ആക്രമിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയിരിക്കുന്നത് ലഹരിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ എത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നു. പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? പൗലോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ, എന്റെ ഇച്ഛയെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ, എന്റെ വികാരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ പരിഹാരം ഉണ്ടാകേണ്ടത് എന്റെ ശരീരത്തിനകത്ത് വസിക്കുന്ന പാപമാണ്. ഈ ശബ്ദപരിസരത്ത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരി, പിതാവേ, മാതാവേ, ഒരുപക്ഷെ നിങ്ങൾ ലഹരിയുടെ കടുത്ത പ്രകടനത്തിനകത്ത് അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാത്ത ആളുകളായിരിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പെറ്റമ്മമാരെ, നിങ്ങളുടെ മക്കളിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നവരാണോ? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരിൽ നിന്നോ പിതാവിൽ നിന്നോ പീഡനം ഏൽക്കേണ്ടി വന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ നെഞ്ചകം കരിപ്പോട് പോലെ നീറി ആരോടും പറയാത്ത സ്വകാര്യ വ്യഥകളും പേറി ഈ തെരുവിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര് കാണാം. നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുണ്ടെങ്കിൽ ഈ സായന്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പിടിച്ചു പറയാം, നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധികൾക്ക്, നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട്. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരുത്തലും രക്ഷയില്ലോ. നാം രക്ഷിക്കപ്പെടുവോ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം അത് യേശു ക്രിസ്തു എന്ന നാമമാണ്.
പാപത്തിന് പരിഹാരം വരാൻ തീർത്ഥാടനങ്ങൾ വേണ്ട, പദയാത്രകൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ കുരമരത്തിൽ ഒരുവൻ മാനവരാശിയുടെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി പാപ പരിഹാരമായി തീർന്നു. അതാണ് ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന കുടുംബ തകർച്ചകൾ, നിങ്ങൾ കടന്നു പോകുന്ന ധാർമ്മിക അധപ്പതനങ്ങൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് മനസ്സുണ്ട്. ഇന്ന് മദ്യപിക്കാതെ എന്റെ വീട്ടിൽ ചെല്ലണം, ഇന്ന് മദ്യപിക്കാതെ എന്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കണം, ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വരുന്ന പ്രവർത്തികൾ അവസാനിപ്പിച്ച് എന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും എങ്ങനെയോ നിങ്ങളുടെ കാലുകൾ ആ ഷാപ്പിലേക്കോ ബാറിലേക്കോ, നിങ്ങളുടെ കാറിന്റെ സ്റ്റിയറിംഗ് ആ ബാറിലേക്കോ ഷാപ്പിലേക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പാവം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിരവധി കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ട് കേട്ടോ. എല്ലാ ജില്ലാ കളക്ടറേറ്റും കേന്ദ്രീകരിച്ച് വിമുക്തി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ താലൂക്കുകളും കേന്ദ്രീകരിച്ച് ലഹരി വിമോചന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന, ഗവൺമെന്റ് നടത്തുന്ന ലഹരി വിമോചന സംഘങ്ങൾ പ്രവർത്തിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. പക്ഷേ അവിടുന്ന് സമാധാനം കണ്ടെത്താൻ കഴിയാതെ ജീവിതം മുഴുവൻ തകർന്നുപോയി ഒരു നട്ടം ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ സന്ധ്യയിലെ ഈ സായന്തനത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കാൻ കഴിയുന്ന ഒരുവരുണ്ട്. നിങ്ങളെ ഒരുപക്ഷെ സമൂഹം ഉപേക്ഷിച്ചു കാണാം, കുടുംബം ഉപേക്ഷിച്ചു കാണാം, പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചു കാണാം. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും സത്യവുമായ വചനം. ഞാൻ പറയും, യേശു പരിശുദ്ധന്മാരെ തേടി വന്നതല്ല, യേശു നീതിമാന്മാരെ തേടി വന്നതല്ല, യേശു പുണ്യവാളന്മാരെ തേടി വന്നതല്ല. കുറച്ചുകൂടെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ നല്ലവരെ തിരഞ്ഞെടുക്കാനല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞെടുക്കാൻ വന്നവൻ. ഭാവികളെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന രക്ഷിതാവ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിൽ നഷ്ടപ്പെട്ടു പോയ, അവിഹിത ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ, കുടുംബ തകർച്ചകൾ നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിന്റെ അധാർമികതകൾ നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിനകത്തിന് സമാധാനം ഉണ്ടാകില്ല എന്ന് കരുതി ഒരു കയറിത്തുമ്പിലോ ഒരു വിഷക്കുപ്പിയിലോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കണം, ഒരു ബ്രെയിൻ പാളത്തിലോ ഒരു ഉന്നത കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയൊക്കെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ തരുന്ന വ്യാഖ്യാനമാണ്. പ്രിയപ്പെട്ടവരെ, ചെവി തുറന്ന് കേൾക്കണം. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ഞാൻ ആവർത്തിച്ച് തെരുവുകളിൽ പറയാറുണ്ട്, അത് കൂടത്തായി ജോളിയെ പോലെയോ, തിരുവനന്തപുരത്തെ അഫാനെ പോലെയോ, ഗോവിന്ദ ചാമിയെ പോലെയോ, ഏത് സമൂഹം വെറുക്കുന്ന, ഏത് നരാധമത്വം തുളുമ്പുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളാകട്ടെ നിങ്ങൾ. പക്ഷെ ബൈബിൾ പറയുന്നു, യേശു എന്ന രക്ഷിതാവ് താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ എത്ര പാപത്തിന്റെ പടുത്ത ജാലിൽ കിടന്നാലും താങ്കളെ കഴുകിയെടുക്കാൻ കഴിയുന്ന ഒരു രക്തം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ടു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏക സമാധാനത്തിൽ നിന്നും ശാന്തിയുടെ മാർഗത്തിലേക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏക സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹം ഉണ്ടാകാം, രക്ഷപ്പെടണം. പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട് ബൈബിളിൽ, അയ്യോ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ വാക്കിന്റെ അർത്ഥം അത് റോമൻ ഭരണകൂടത്തിന്റെ ഒരു ശിക്ഷാവിധിയാണ്. റോമൻ ഭരണകൂടം ഒരു മനുഷ്യനെ ശിക്ഷ വിധിച്ചാൽ അവനെ ഒരു ചത്ത മൃഗത്തോട് ചേർത്ത് ജീവനുള്ള മനുഷ്യനെ കെട്ടി മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുമ്പോ ആ ചത്ത മൃഗത്തിനകത്തു നിന്ന് വരുന്ന പുഴുക്കൾ ജീവനോടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് കയറും. അവൻ ജീവനോടെ ആ തുകലിനകത്ത് ചേർത്ത് കെട്ടി മരുഭൂമിയിൽ അവരെ ഉപേക്ഷിക്കുമ്പോ പകലത്തെ അത്യുഷ്ണവും
രാത്രിയിൽ അതിശൈത്യവും മുഖാന്തരം അച്ചത്ത മൃഗത്തിന്റെ ശരീരത്തിലെ പുഴുക്കൾ ജീവനുള്ളവന്റെ ശരീരത്തിലേക്ക് നിലച്ചു കയറാൻ തുടങ്ങും. അവിടെയാണ് ബൈബിൾ പറയുന്നത്, അയ്യോ അരിഷ്ട മനുഷ്യൻ, ജീവനോടിരിക്കെ ചത്ത കൃമി പിടിക്കുന്ന ജീവിതം പോലത്തെ സാഹചര്യങ്ങളാണോ നിങ്ങളത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ ജീവിതം തള്ളി നീക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഈ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല, ജനിച്ചത് കൊണ്ട് മാത്രം ജീവിക്കുന്നു, ജീവിതത്തിന് അർത്ഥമില്ല, ലക്ഷ്യമില്ല, ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പൗലോസ് ഇതിനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? ഞാൻ പറയാം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പുഴുപിടിച്ച ജീവിതമുള്ളതാണെങ്കിലും, എത്ര മാറ്റം വമിച്ച ജീവിതമുള്ളതാണെങ്കിലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന് പറയാനാണ് ഈ ശബ്ദ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ ഈ തൂക്കുപാലത്ത് ഒരിക്കൽ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൻ സ്നേഹിക്കാതിരിക്കട്ടെ, അമ്മ സ്നേഹിക്കാതിരിക്കട്ടെ, ഭാര്യ സ്നേഹിക്കാതിരിക്കട്ടെ, ഭർത്താവ് സ്നേഹിക്കാതിരിക്കട്ടെ, സഹോദരങ്ങൾ സ്നേഹിക്കാതിരിക്കട്ടെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെ ഈ രക്ഷയുടെ ഭാഗമായി നിങ്ങൾക്ക് മാറാം? അതിന് കർമ്മങ്ങൾ വേണ്ട, അതിന് തീർത്ഥാടനങ്ങൾ വേണ്ട, ഒരു നയ പൈസ എവിടെയും നിങ്ങൾ മുടക്കണ്ട, അതിന് പദയാത്ര നടത്തണ്ട, അതിന് പുണ്യയാത്ര നടത്തണ്ട. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു മാർഗമില്ല, ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുരുവില്ല. ഏറ്റവും വലിയ സമാധാനത്തിന്റെ നേതാവ് അത് യേശു ക്രിസ്തുവാ. വാളെടുത്തവനോട് വാള് ഉറയിലിടാൻ പറഞ്ഞ, ഒരു ചെകിട്ടടിക്കുന്നവന് മറുചെകിട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സമാധാനത്തിന്റെ സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞ ലോകം കണ്ട ഏറ്റവും ഉത്തമമായ സാഹോദര്യത്തിന്റെ സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. യേശുവിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു സമാധാന സന്ദേശമില്ല, സുവിശേഷത്തിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യ സന്ദേശമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയാം, ഉലകം ഇത് പര്യന്തം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിളിക്കുന്നത് ആ ഉന്നതനായ ഗുരുവിന്റെ അടുക്കലേക്കാണ്. ഞങ്ങൾ വിളിക്കുന്ന ഒരു മതത്തിലേക്കല്ല, ഞങ്ങൾ വിളിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കല്ല. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപത്തിന്റെ ഭാരം ചുമക്കുന്ന, കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന, ലഹരിയുടെ വിഷമതകളുടെ, അസമാധാനത്തിന്റെ ഭാരം ചുമക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് വാ. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതുവരെ നിങ്ങളുടെ ജീവിതം പാപമംഗലമായ, അസമാധാനം നിറഞ്ഞ, അധാർമികം നിറഞ്ഞ ജീവിതമാണ്. ഈ കാലഘട്ടം ഞാൻ പറയുന്നു, വൈശാഖൻ തമ്പിയുടെ, മൈത്രേയന്റെ, വേടന്റെ, രവിചന്ദ്രന്റെ, ആദിലയുടെ, നൂറയുടെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി നടക്കുന്ന ദൈവനിഷേധികളുടെ അധാർമികതയുടെ നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമില്ലെന്ന് പറയുന്ന ദൈവനിഷേധികളോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ന്യൂട്ടൻ പറയുന്ന, ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമമുണ്ട്. ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം പറയുന്നത്, ഏതൊരു വസ്തുവും ചലിക്കണമെങ്കിൽ പുറത്തു നിന്ന് അതിന്മേലേക്ക് ഒരു ശക്തി വേണം. ഇവിടെ ഇരിക്കുന്ന ഒരു കസാര അത് തനിയെ നീങ്ങില്ല, പുറത്തു നിന്നൊരു ശക്തി വേണം. ഈ വാഹനം ഇത് സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ അതിലേക്ക് കയറിയിരുന്ന് അതിനെ പ്രവർത്തിക്കണം. ഏതൊരു വസ്തു ചലിക്കണമെങ്കിലും ബാഹ്യമായൊരു ഫോഴ്സ് അതിന്റെ മേലേക്ക് അപ്ലൈ ചെയ്യപ്പെട്ട ഒരു ശക്തി ഉണ്ടാകണം. ഞാൻ പറയുന്നത്, ഈ പ്രപഞ്ചം ചലിക്കുന്ന ഏത് ശക്തിയാണ്? ഇത് തനിയെ ഉണ്ടായി നിങ്ങൾ പറയുമ്പോ ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഭ്രമണം ഉണ്ടെങ്കിൽ, ഇതിനെ ചലിപ്പിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ, ഇതിനെ അതിന്റെ ഭ്രമണപഥത്തിൽ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ മുഖാന്തരം സകല ഉളവായി, അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. അവൻ സകലത്തെ ഉണ്ടാക്കി, അവൻ സർവത്തിന് മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായുള്ളവൻ. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന സാക്ഷാൽ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉലകത്തിന് അടിസ്ഥാനമിട്ട് ഇതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉലക സൃഷ്ടാവായ, സകലത്തെ
സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഏക ലോക രക്ഷിതാവായ സമാധാനത്തിന്റെ മാർഗമായ യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മതമായി നിങ്ങൾ ചിന്തിക്കേണ്ട. ഞങ്ങൾ വിളിച്ചു പറയുന്ന ഏത് തകർച്ചയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ, ആ ചരിത്രത്തെ മാറ്റി എഴുതാൻ യേശു ക്രിസ്തുവിന് കഴിയും. ആ സമാധാനത്തെ മാറ്റി സമാധാനം കൊണ്ട് നിറയ്ക്കാൻ, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കാൻ കഴിയുന്ന, നിങ്ങളുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി നൽകാൻ കഴിയുന്ന പുതിയൊരു ജീവിതം നിങ്ങൾക്ക് മടക്കി നൽകാൻ കഴിയുന്ന ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ചേർന്നു വാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. ബൈബിൾ പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. നിങ്ങൾ നിൽക്കുന്നിടത്തിൽ നിന്നുകൊണ്ട്, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, എന്നെയും രക്ഷിക്കണമേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, കർമ്മങ്ങളുടെ, ആചാരങ്ങളുടെ, പ്രാർത്ഥനകളുടെ അകമ്പടിയില്ലാതെ നിങ്ങൾ നിൽക്കുന്നയിടത്ത് ഈ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ തൂക്കുപാലത്ത് ഈ ശബ്ദ ശ്രവണിയുടെ സീമയ്ക്കകത്ത് ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പുതുജീവിതത്തിലേക്ക്, ഈ പുതിയ രക്ഷയിലേക്ക് സ്വാഗതം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. ആരെങ്കിലും പ്രാർത്ഥന താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ശബ്ദവാഹിനിയുടെ സമീപത്തേക്ക് വരാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.